ഹലോ ഗായ്സ്. അപ്പോൾ ഫോണൊക്കെ എടുത്ത് കഴിഞ്ഞ് ഹോട്ടലിൽ ഞാൻ ചെക്ക് ഔട്ട് ചെയ്തു. അടുത്ത ദിവസം രാവിലെയാണ് അമ്മ വർക്കിന് പോയി. നമ്മൾ താമസിച്ചത് എയർപോർട്ടിൻ്റെ അടുത്താണ്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ATC, മുംബൈ ATC കാണുന്നത്. കണ്ടോ, ഇവിടുന്ന് ഒരു ഉച്ചയോട് കൂടിയിട്ടോ ചെക്ക് ഔട്ട് ചെയ്ത്. പിന്നെ ഞാൻ നേരെ ഫുഡ് കഴിക്കാൻ വന്നു ഒരു മാളിൽ. ഫീനിക്സ് മാളാണ് കേട്ടോ എൻ്റെ ഓർമ്മ. പിന്നെ അവിടുന്ന് ഞാൻ കുറച്ച് നേരം മാളിൽ ഫുള്ള് വട്ടം കറങ്ങി. അമ്മു വർക്കിന് പോയതായിരുന്നല്ലോ, അപ്പോൾ അമ്മൻ്റെ വർക്ക് കഴിഞ്ഞാൽ വെയിറ്റ് ചെയ്തേ. വിക്ടോറിയസും കണ്ടു, മാരുതീൻ്റെ പുതിയ ലോഞ്ച്. അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പടത്തിന് കയറി. പടം കണ്ടത് ജോളി LLB പറഞ്ഞിട്ടൊരു ഹിന്ദി പടം കേട്ടോ കണ്ടേ. പടം ഏറെക്കുറെ തീർന്നപ്പോഴേക്കും അമ്മ വിളിച്ചു, അമ്മുവിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നേരെ അമ്മുവിൻ്റെ അടുത്തേക്ക് പോവാണ്. മുംബൈയിലെ ട്രാഫിക് കണ്ടോ ഗൈസ്, പൂവിന് എത്രയോ ഭേദമാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ രാത്രിയത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു. അമ്മത് അവിടുന്ന് നല്ല മസാല ദോശ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങളത് ഇവിടുന്ന് ദോശ കഴിക്കാനാണ് തീരുമാനിച്ചത്. അപ്പോൾ അവിടുന്ന് ദോശ ഓർഡർ ചെയ്ത് അമ്മുദേ അപ്പുറത്തുനിന്ന് സേവ് പൂരിയും മേടിച്ചു. ദോശ ഞങ്ങൾ കുറച്ച് വെറൈറ്റി സാധനങ്ങളായിട്ട് ഓർഡർ ചെയ്തു. ഒന്ന് മൈസൂർ പനീർ ദോശ, പിന്നെ വേറൊരു ചീസ് ദോശ. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ തിരിച്ച് പൂനെയിലോട്ട് പോരുവാണേ. അമ്മുവിന് ഇത്തിരി ദിവസം മുംബൈയിൽ വർക്കുണ്ട്, അപ്പോൾ അമ്മു അവിടെ സ്റ്റേ ബാക്ക് ചെയ്തു. അപ്പോൾ തിരിച്ച് ഞാൻ ബസ്സിലാണ് പോരുന്നത്. ബസ്സാണ് നമുക്ക് കുറച്ചും കൂടി ആക്സസബിൾ, ലൈക്ക് നമ്മളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. അപ്പോൾ ബസ്സിൽ തന്നെ പോരാമെന്ന് വിചാരിച്ചു. ഇത് കണ്ടോ, ഈ കാണുന്ന ബസ് മൊത്തം മുംബൈയിൽ നിന്ന് പൂനെ വഴി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് ചാടി കയറിയാൽ മതി, ബുക്ക് ചെയ്യാൻ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ വ്ളോഗ് അത്രയൊക്കെ തന്നെയുള്ളൂ. സിയാ.